പങ്കജലോചനം നാരായണം ഭക്തസങ്കടമോചനം നാരായണം. ചുംബിക്കുവാൻ അഭിനിവേശം അഭിനിവേശം അഭിനിവേശം. ഈ മഞ്ഞിലാസിൻ്റെ ആദ്യത്തെ സംരംഭമായിരുന്നു യക്ഷി. മലയാറ്റൂരിൻ്റെ മനഃശാസ്ത്രപരമായൊരു കഥയാണ്. അങ്ങനെ അതിൽ സത്യൻ്റെ ജോലിക്കാരനായിട്ടാണ് അഭിനയിക്കുന്നത്. അദ്ദേഹം ഈ യക്ഷി വരുന്നു പോന്നു ഇങ്ങനെ പറഞ്ഞ് 2-3 സംഭവങ്ങളൊക്കെ തൊട്ടപ്പുറത്തെ വീട്ടിലെ പട്ടിയെ യക്ഷി എന്ന് പറഞ്ഞ കഥ ശാല തടവിപ്പ് ചത്തു, പിന്നെ പാസിയുടെ ഭാര്യ സുകുമാരിയുടെ അബോർഷനാവുന്നു, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വന്നപ്പോൾ പേടിയാണ്. ഓരോ രാത്രിയിലും പേടിച്ച് പഠിച്ചാണ് കിടന്നുറങ്ങുന്നത്. ഓരോ ശബ്ദം കേൾക്കുമ്പോഴും പേടിയാണ്. അപ്പം താൻ മരിച്ചു പോകുന്നുള്ള പേടി. യക്ഷി വന്ന് ആ ഭീകരമായ അന്തരീക്ഷത്തെ എത്രയും പേടിത്തൊണ്ടുന്ന ഒരു കഥാപാത്രം സത്യം വഴക്ക് പറയുന്നുണ്ട്. ആ ധൈര്യം വെച്ചുകൊണ്ട് പേടിത്തൊണ്ടുന്ന കഥാപാത്രം നമ്മുടെ യക്ഷി എന്ന സിനിമയിലെ ഭീകരമായ അന്തരീക്ഷത്തിനെ ഉണ്ടാക്കിയെടുക്കാൻ ബഹദൂർ പങ്ക് വഹിച്ച് അദ്ദേഹത്തിൻ്റെ നർമ്മം കലർന്ന ആ പേടിത്തൊണ്ടയുടെ അഭിനയമാണ്. അത് മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റുന്ന ക്യാരക്ടറില്ല. സത്യം നമ്മൾ തന്നെ പേടിച്ചു, അദ്ദേഹത്തിന് പേടിയുണ്ട്. ആ സിറ്റുവേഷനെ എത്രത്തോളം ഭീകരമാക്കാൻ ബഹദൂർ പങ്ക് യക്ഷിയുടെ വിജയത്തിന് ഭയങ്കര നിർണായകമാണ്. പറവൂർ റെയിൽവേ പാലത്തിന്റെ അണ്ടർഗ്രൗണ്ടിൽ കൂടി ഇങ്ങനെ നടന്നു വരികയാണ് ഒറ്റയ്ക്ക്, അർദ്ധരാത്രി സമയം. അപ്പോ അന്ന് ഞാൻ സ്വല്പം പിഴയായിട്ട് നടക്കുന്ന കാലമാണ്. എന്താടാ കാലിൽ ചലങ്ക കെട്ടിക്കൊണ്ടേ നടക്കുന്നു. നീ കണ്ടോ? കണ്ടില്ല, ശബ്ദം കേട്ടു. പടത്തില് യക്ഷി ആവാഹിച്ചിരുത്തിയിട്ടുണ്ടെന്നല്ലേ പറയുന്നത്? അതെ. വയസ്കര ഇല്ലത്തെ ഉണ്ണി നമ്പൂരിയെ സ്നേഹിച്ച യക്ഷിയുടെ കഥ സാറ് കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. കേൾക്കട്ടെ. അതുപോലെ തന്നെ അടിമകളിൽ ഷീല ഭയങ്കര ഭക്തിമാർഗത്തിലൂടെ പുരുഷ വിദ്വേഷിയും അങ്ങനെ കല്യാണത്തിന് വിശ്വസിക്കും. അവരങ്ങനെ ആശ്രമത്തിൽ പോകും. ഇവിടെ ഗിരിധര യോഗി എന്ന കഥാപാത്രമാണ് അടൂർ ബാസിയുടേത്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് മൊട്ടയടിച്ച സ്വാമി. അങ്ങനെ വിശ്വസിച്ച് പാടുന്നതാണ്. അവസാനം സ്വാമി അവിടുത്തെ അന്തേവാസി അടിച്ചുകൊണ്ട് പോയി. അവിടെ വരുന്ന ഷീല എന്നൊരാൾ സത്യനെ പ്രേമിച്ചു പോകുന്നു. ഇവരെല്ലാം പല വഴിക്ക് പോകുമ്പോഴാണ് ബഹദൂർ ഇങ്ങനെ പലഹാരം വെക്കുന്ന ഒരാളായിട്ട് ഇങ്ങനെ റെയിൽവേ സ്റ്റേഷൻ നടക്കുന്നത്. ആ നോക്കുമ്പം റെയിൽവേ സ്റ്റേഷൻ പലഹാരം വെച്ച് നടക്കുന്ന ഒരാളിനെ കാണുന്നത്. അപ്പോൾ ഒരു ഗതിയും ഇല്ലാതെ വേറെ ഗതി ജീവിക്കുന്ന ഒരു കഥാപാത്രം നിസ്സഹായ അവസ്ഥയിലൂടെ ബഹദൂർ നമ്മൾ അവിടെയും പൊട്ടിച്ചിരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വ്യത്യസ്തങ്ങളായ സേതുമാധവ് സാറിൻ്റെ സിനിമകളിൽ അദ്ദേഹത്തിന് ഭയങ്കര, അവർക്കൊക്കെ അറിയാം, വിൻസെൻ്റ് മാസ്റ്റർ, സേതുമാധവ് സാർ, കൃഷ്ണൻ നായർ, ശശികുമാർ സാറൊക്കെ ഈ നടന്മാർ. പിന്നെ അദ്ദേഹത്തിൻ്റെ ആ കോമഡി വേഷങ്ങളാണ് ജനത്തിന് കൂടുതൽ ഇഷ്ടമെന്ന് പറഞ്ഞാണ് കൂടുതലും കോമഡി കൊടുക്കുന്നത്. അത് ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്. അല്ലാതെ അവരെല്ലാ വേഷങ്ങളും ചെയ്യും, ഇന്ന വേഷങ്ങളൊന്നും അവർക്കില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് നമ്മൾ ഓരോ സിനിമകൾ എടുത്ത് പരിശോധിച്ചാൽ തന്നെ ആ വ്യത്യസ്തങ്ങളായ ഭാവങ്ങളെ കൂടെ നമുക്ക് നൽകിയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. പങ്കജലോചനം നാരായണം ഭക്തസങ്കടമോചനം നാരായണം. ഗുരുവേ, നമുക്ക് ആശ്രമത്തിലേക്ക് തിരിച്ചെഴുന്നള്ളാൻ സമയമായി. നാം അതേപ്പറ്റി ചിന്തിക്കുകയാണ് ശിഷ്യ. രണ്ടുപേരും നല്ല കാര്യമാണ് ചിന്തിക്കുന്നത്. വാഴ്വേമയത്തിൽ കോമഡി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ലൈൻമാനാണ്. കാര്യം അതിൽ 3 ദമ്പതികളുടെ കഥയാണ്. വളരെ സ്നേഹത്തോടെ ഭാര്യയും ഭർത്തയും ഇണപരിയാത്ത ദമ്പതികളെ പോലെ സ്നേഹം കൊണ്ട് കൊല്ലുന്ന സത്യനും ഷീലയും. തൊട്ടപ്പുറത്തെ വീട്ടിലാണെങ്കിൽ ഭാര്യയും ഭർത്താവോട് വഴക്ക് കൂടുന്ന ഒരു ഉമ്മറും ഖദീജയായിട്ടുള്ള ഭാര്യ, അവർ തമ്മിൽ എപ്പോഴും വഴക്കും, അവരെങ്ങനെ കാര്യമായിട്ട് എടുക്കാത്തൊരു ക്യാരക്ടറാണ്. തൊട്ടപ്പുറത്ത് ലൈൻമാനായ ബഹദൂറിൻ്റെ വീടാണ്. എന്നും കള്ളം കുടിച്ചു വന്നിട്ട് ചട്ടിയും കല്ലോട് ഭാര്യ അടിക്കുന്നൊരു ക്യാരക്ടറാണ്. അങ്ങനെ അവരുടെ ആ 3 കുടുംബങ്ങളിലൂടെയാണ് ഈ കഥ കൊണ്ടുപോകുന്നത്.
അപ്പോൾ ഇതെന്നും ഡെയിലി പുതിയ ചട്ടയും കലവും മേടിക്കും. രാത്രിയാകുമ്പോൾ പിന്നെ അവസാനം ഭാര്യയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് പശ്ചാത്തപിക്കുന്ന രാവിലത്തെ സ്നേഹസമ്പന്ന ഭർത്താവായിട്ടാണ് ആ ലൈൻമാൻ്റെ. അപ്പം ഈ കഥാപാത്രങ്ങൾ ഇവരുടെ ജീവിതത്തിൽ എങ്ങനെ കടന്നു എന്ന് ആലോചിക്കണം. എന്നും വഴക്കും അടിയും ആണെങ്കിൽ സ്നേഹം കൊണ്ട് ഇവർ തോന്നുന്നു. മറ്റേവരങ്ങനല്ല. ആ ദമ്പതികൾ തികഞ്ഞ സ്നേഹം ഇവരാണ്. അടിയും വഴക്കും ആ ആത്മാർത്ഥത കൊണ്ടും ആണ് വഴക്കുണ്ടാകുന്നത്. അതാണ് നമ്മൾ അടുത്ത ദിവസം രാവിലെ സ്നേഹസമ്പന്നത പുതിയ കലവും ചുട്ടിയും മേടിച്ചുകൊണ്ടിരും. അവസാനം ഈ നായികയെ ഷീല പിണങ്ങിപ്പോവും. ഷീല പിണങ്ങിപ്പോകുമ്പം ഇവർ രണ്ടുപേരും പറയുന്നുണ്ട്, സാറേ ഞങ്ങൾ അടി കൂടും, പക്ഷേ ഒരു രാത്രി കൊണ്ട് ഞങ്ങളുടെ വഴക്ക് തീരും. അതുകൊണ്ട് സാറ് ഇവിടുന്ന് വിളിക്കും. അവൾ പിണങ്ങി അവളിങ്ങി വരും. ഇവള് കണ്ടില്ല, ഇവിടെ ഒരു ദിവസം കൂടെ അടുത്ത് മിണ്ടായിരിക്കത്തില്ല. KPSC ലളിതയാണ് ഭാര്യയായിട്ട് അവനെ. അപ്പം ഇവർ കാണിച്ചു കൊടുക്കുന്ന രീതി സത്യം ചിന്തിച്ചു പോകുന്നുണ്ട്. സത്യൻ ഇവരുടെ വാക്ക് വിശ്വസിച്ച് ഷീലയെ വിളിക്കാതിരിക്കുന്നുണ്ട്. ഷീലയാകട്ടെ അടൂർ ബാസി അച്ഛൻ്റെ വേഷത്തിലാണ്. അച്ഛൻ പറഞ്ഞു നീ പോകരുത്, നീ അല്ല സംശയിച്ചത്, അവനിങ്ങോട്ട് വന്നു. അങ്ങനെ ഈ ബഹദൂർ KPSC ലളിത കഥാപാത്രങ്ങളുടെയും അപ്പോൾ അടൂർ ബാസിയുടെയും പ്രേരണ വഴി രണ്ടുപേരും പരസ്പരം അകലുന്നൊരു കഥയാണ് വാഴവേമാറ്റില്ല. ഇതിൽ ബഹദൂറിൻ്റെ കഥാപാത്രം അവസാനം പോസ്റ്റിൽ നിന്ന് വീഴുകയും കഴുത്തൊടുകയും കഴുത്തിൽ ഇട്ട് കിടക്കുകയും അങ്ങനെ കരഞ്ഞുകൊണ്ട് പാട്ടുപാടി അദ്ദേഹത്തെ ഉറക്കുന്നൊരു സീനുണ്ട്. ഭഗവാനൊരു കുറവനായി ശ്രീ പാർവതി കുറത്തിയായി. അതിന് അവർ പറഞ്ഞ പാവങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിച്ചതൊന്നും ദേവനും ദേവിയും കേട്ടില്ല എന്ന അതോട് സീൻ അവസാനം KPSC കരഞ്ഞ് ആ ഭർത്താവിൻ്റെ നെറ്റിലെ കണ്ണുനീര് വീഴുന്നതും ബഹദൂറിന് കഴുത്തനങ്ങാതെ പറ്റുന്നതും ഭാര്യ ചുംബിക്കുന്ന സീൻ മലയാളികളൊന്നും ഒരിക്കലും മറക്കത്തില്ല. അങ്ങനെ നിസ്സഹായ അവസ്ഥയിലും ഭാര്യ സ്നേഹിക്കുന്ന ക്യാരക്ടറാണ്. സത്യൻ വന്ന് കാണുന്നുണ്ട്, ഉമ്മർ വന്ന് കാണുന്നുണ്ട്. ഇവരൊക്കെ കുട്ടികളില്ലാത്ത ദമ്പതികളുടെ ആ രീതികളും എല്ലാം വളരെ ഹൃദയസ്പൃക്കായിട്ട് ബഹദൂർ അതിൽ അഭിനയിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കാവുന്നത് അദ്ദേഹത്തിൻ്റെ ഈ കഥാപാത്രങ്ങളൊക്കെ മലയാളികൾ പഠിക്കേണ്ടതാണ്. മലയാള സിനിമ അദ്ദേഹത്തിനും വേണ്ടത്ര അംഗീകാരം ചില നല്ല റോളുകളൊന്നും അത് കൂടുതൽ കിട്ടി. ഈ സേതുമാധവൻ സാറിൻ്റെ സിനിമകളിലാണ് അദ്ദേഹം കൂടുതലായിട്ട് തിളങ്ങിയിരിക്കുന്നത്. അതിൽ വാഴവേമായാണ് എനിക്ക് തോന്നുന്നു വളരെയേറെ നല്ല രീതിയിൽ അദ്ദേഹത്തെ കൊണ്ടുവരുന്നത്. അതേ ഒരു സിനിമയിൽ ആ പടം അത് ഒരുപാട് നിരൂപക പ്രശംസ നേടിക്കൊടുത്തൊരു പടമാണ് അദ്ദേഹത്തിന്. സാർ കുറച്ചു നാളത്തേക്ക് ഒന്ന് അടങ്ങിയിരിക്കാമോ? ഇവിടെ വരാതെ എവിടെ പോകാനാണെന്ന്. അഥവാ സാറ് പോകും. ഗൗരി, നിനക്ക് ഇങ്ങനെ ഒരു ഭാരമായിട്ട് ഞാൻ എന്തിനു ജീവിക്കുന്നു? അങ്ങനെ പറയല്ലേ. അതിനെന്താ? നമുക്ക് കുഞ്ഞുങ്ങളില്ല. ഇന്ന് ഞാൻ ശവത്തിന് തുല്യമാണ്. വയസ്സുകാലത്ത് നിനക്ക് തുണയ്ക്ക് വേണ്ടിയെങ്കിലും എന്നിൽ നിന്നൊരു കുഞ്ഞു ജനിക്കുകയില്ല. പിന്നീട് അദ്ദേഹത്തിൻ്റെ വേറൊരു സിനിമ നാഗസ്വര വിദ്വാനായിട്ട് പടത്തിൽ, അത് ശശികുമാർ സാറിൻ്റെ പടമാണ്. നാഗസ്വര വിദ്വാനായിട്ടാണ്. അത് ഒരു പറ്റിപ്പുകാരനായിട്ട് കഥാപാത്രമാണ് അതിനകത്ത് അഭിനയിക്കുന്നത്. അതിലും അദ്ദേഹം ആ സംഗീതത്തിന് നാഗസ്വര വിദ്വാൻ്റെ റോളുകളിൽ എങ്ങനെ ആ നാഗസ്വരം വായിക്കുന്ന റോളൊക്കെ എടുത്ത് എങ്ങനെ ചെയ്തേക്കും നമുക്ക് തന്നെ പറയാൻ പറ്റത്തില്ല. അതാണ് ആ മനോധർമ്മം എന്ന് പറയുന്നത്. നമ്മൾ ഇവരെയൊക്കെ ഹാസ്യ നടന്മാരെന്ന് വേർതിരിച്ചിട്ട് വെറൈറ്റി ഉള്ള കഥാപാത്രങ്ങൾ നമ്മളെടുത്ത് പറയാനാണ്. അതൊരു ഉദയയുടെ ഓരോ സിനിമകളുണ്ട്. കസവ് തട്ടത്തിൽ കൈ വേദ തൊത്തിക്കുന്ന നമ്മുടെ നാട്ടിൽ പറഞ്ഞ കൈ സ്വാധീനമില്ലാത്ത. അപ്പം ബീഡി കത്തിച്ചു കൊടുക്കണം. ഇങ്ങനെ ബീഡി കത്തിച്ചു കൊടുക്കുമ്പോൾ വരുമ്പോൾ കപ്പലിൻ്റെ മുട്ടായി മേടിച്ചു കൊടുക്കണം. ശാരദയാണ് സഹോദരിയായിട്ട്. അപ്പം നിസ്സാരക്കാർ ദേഷ്യപ്പെടും. ആ അച്ഛനും മോൻ SP പിള്ള മകനെ എങ്ങനെ ലാലോചിച്ച് വളർത്തുന്ന മകൻ്റെ ക്ഷീണങ്ങളും എല്ലാം ഒരു പ്രത്യേക രീതിയിൽ SP പിള്ള ബഹദൂർ ടീമിൻ്റെ ഒരു സാധാരണ കസവ് തട്ടത്തിലെ കഥാപാത്രം അദ്ദേഹം ചെയ്തേക്കുന്നത്.
പാപ്പാ എനിക്കുള്ള ബീഡിങ് ചെയ്യപ്പെട്ട് ഇങ്ങനെ വാങ്ങാനിട്ട് ഒരു പരവശ വാങ്ങിച്ചല്ലോ കാശ് കഴിഞ്ഞില്ല. ഇതിനൊക്കെ ബാപ്പായാലും തിരക്കില്ല, കാല് വെച്ച് അടിക്കാണ് വേണ്ടത്. നിന്റെ ഉപ്പാപ്പ വാങ്ങിച്ചു തന്നു. ഞാൻ കാലുമടക്കി ഒരു തൊയ് വെച്ചെന്നാലുണ്ടല്ല പൊടിഞ്ഞു. എന്തൊന്നാണ് ഇവിടെ കാണിക്കുന്നത്? ഇന്ന് ആരും ഒന്നും തിന്നണ്ട. എനിക്ക് കൈകൊണ്ടും കാലുകൊണ്ടും പാടില്ലാത്തോണ്ടല്ലേ ബാപ്പ ഈ ദേഷ്യം പറഞ്ഞത്. എടാ ഇത് ഞമ്മളെ വീടാ, ജമീല ഞമ്മളെ പെങ്ങളാ, ഞമ്മളാണ് MA പോക്കർ സാഹിബ്. കാരണം സുപ്രിയയുടെ നിലനിർത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചത് ബഹദൂറാണ്. അതുകൊണ്ട് ഹരിപ്പോത്തൻ്റെ ഹരിപ്പോത്തൻ മാത്രമല്ല, ഒരുപാട് നിർമ്മാതാക്കൾ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട്. നിലനിന്ന് പടം ഷൂട്ടിംഗ് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ പോലും അദ്ദേഹം നാളത്തെ ചെലവിനുള്ള പൈസ കൊടുത്ത് പ്രൊഡ്യൂസർമാരെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ അവരൊന്നും അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ്, അദ്ദേഹം കുടുംബമൊക്കെ നല്ല രീതിയിലാണ് ജീവിക്കുന്നത്. പക്ഷേ മലയാള സിനിമയിൽ വളർത്താൻ വേണ്ടി ഈ നടന്മാർ ചെയ്ത സംഭാവനകൾ ഇന്നത്തെ നടന്മാർ ആലോചിക്കേണ്ടതാണ്. അന്ന് തുച്ഛമായ പൈസ കിട്ടുമ്പം പോലും അവരുടെ ഗ്യാരണ്ടിയിൽ ഒരുപാട് മലയാള സിനിമകൾ പുറത്തു വന്നു. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമ നിലനിർത്തിയ ഒരു കോമഡി നടൻ മാത്രമല്ല അദ്ദേഹം, മലയാള സിനിമയുടെ ഒരു നെടും തൂണായിരുന്ന സംസ്കാര സമ്പന്നനായ ഒരുപാട് ദാനധർമാദികൾ കൊണ്ട് സഹായിച്ച മനുഷ്യനായിരുന്നു. അത് ഇല്ലെങ്കിൽ പോലും മറ്റുള്ളവരെന്ന് കടം പേടിച്ച് സഹായിക്കുന്ന ഒരുപാട് കഥകളുണ്ട്. അതൊന്നും പറയുന്നില്ല. അദ്ദേഹത്തിലെ വലിയ നടനെ നമുക്ക് സ്മരിക്കാം. അദ്ദേഹത്തിന് ഓർമ്മയുടെ മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ വലിയ നടന് മുമ്പിൽ അത്ര പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നു.